ദ ലെഫ്റ്റ്. സെയിം നമ്മുടെ അപ്പെക്സ് നമുക്കറിയാം 2.5 സെൻറ്റിമീറ്റർ മുകളിലേക്ക്. അത് ഇവിടെയും സെയിം തന്നെ, ലങ്സിലും സെയിം തന്നെ. ഇതിൻ്റെ മുകളിൽ തന്നെയാണ് പ്ലൂറ വരുന്നത്. ഓക്കെ, അപ്പോൾ ലങ്സിനും ഇതിലും ഒരേപോലെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ആൻറ്റീരിയർ ബോർഡർ, ഈ ആൻറ്റീരിയർ ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം അതുപോലെ തന്നെ പ്ലൂറയുടെ പോലെ തന്നെ. ഇവിടെ വരുമ്പോൾ 6th കോസ്റ്റൽ കാർട്ടിലേജ്, ഇവിടെ വരുമ്പോൾ 4th to 6th കോസ്റ്റൽ കാർട്ടിലേജ്. അങ്ങനെ ഇവിടെയല്ല, ഇവിടെ 6th കോസ്റ്റൽ കാർട്ടിലേജ് റൈറ്റിലും ലെഫ്റ്റിൽ 4th to 6th കോസ്റ്റൽ കാർട്ടിലേജും അതും സെയിം തന്നെയാണ്. വ്യത്യാസം വരുന്നത് നമ്മുടെ ഇൻഫീരിയർ ബോർഡർ മാത്രമാണ്. കാരണം ഞാൻ നേരത്തെ പ്ലൂറ പറഞ്ഞപ്പോൾ ഒരു പിക്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. ലങ്സും പ്ലൂറയും തമ്മിൽ ഉള്ള വ്യത്യാസം ശരിക്കും ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. അത് ഏകദേശം നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇത് ലങ്സ് ആണെങ്കിൽ ഇതാണ് പ്ലൂറ വരുന്നത്. ഇത്രയും ഒരു ചെറിയൊരു വ്യത്യാസം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആ ഒരു ഇൻഫീരിയർ ബോർഡർ വ്യത്യാസപ്പെട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻറ്റുമാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലൂറയ്ക്ക് എന്താ പഠിച്ചത്? 6th കോസ്റ്റൽ കാർട്ടിലേജ്, പിന്നെ മിഡ് ക്ലാവിക്കുലാർ ലൈനിൽ 8th റിബാണ് പഠിച്ചത്. മിഡ് ആക്സിലറി ലൈനിൽ 10th റിബും ഇതിൻ്റെ പോസ്റ്റീരിയർ ബോർഡറിൽ T12 വെർട്ടിബ്രയാണ് പഠിച്ചത്. ഏതിൽ? പ്ലൂറയിൽ. ഇവിടെ വരുമ്പോൾ 6, 8, 10 ആയിട്ടാണ് വരിക. ഈ 10 വരുന്നത് വെർട്ടിബ്രയാണ്, ലാസ്റ്റ് വരുന്നത് വെർട്ടിബ്രയാണ്. അപ്പോൾ എങ്ങനെ വരും? മിഡ് ആക്സിലറി ലൈനിലാണ് 8th വെർട്ടിബ്ര വരുന്നത്. അതായത് ഈ 10 എന്നുള്ളത് ഇവിടെ 8. മനസ്സിലായോ? മിഡ് ആക്സിലറി ലൈൻ, ഇത് മിഡ് ആക്സിലറി ലൈനാണ്. രണ്ടിൻ്റെയും മിഡ് ആക്സിലറി ലൈനാണിത്. ഇവിടെ അല്ല, ഇവിടെ 8ഉം പിന്നെ ഇവിടെ 6ഉം. മിഡ് ക്ലാവിക്കുലാർ ലൈനിൽ 6ഉം മിഡ് ആക്സിലറി ലൈനിൽ 8ഉമാണ് വരുന്നത്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറേൻ്റെ നമ്മൾ പറഞ്ഞത് 4 to 6, 8, 10, 12 എന്നാണ് പറഞ്ഞത്. ലങ്സിൻ്റെ വരുമ്പോൾ 6, 8, 10 ഇത്രേ വരുള്ളൂ. ഈ ലാസ്റ്റത്തെ 2 വെർട്ടിബ്രയാന്ന് നോക്കുക. ഇത് 12th തൊറാസിക് വെർട്ടിബ്ര. അപ്പോൾ പ്ലൂറ ഈ ലെവൽ വരെ എത്തുന്നുണ്ട്, ലങ്സ് ഈ ലെവൽ വരെ എത്തുന്നുള്ളൂ. 10th തൊറാസിക് വെർട്ടിബ്ര. പിന്നെ ഏറ്റവും ആദ്യമുള്ളത് മിഡ് ക്ലാവിക്കുലാർ ലൈൻ, പിന്നെ മിഡ് ആക്സിലറി ലൈൻ. ഇവിടെയും അതുപോലെ തന്നെ മിഡ് ക്ലാവിക്കുലാർ ലൈൻ, മിഡ് ആക്സിലറി ലൈൻ. ഈ കോസ്റ്റൽ കാർട്ടിലേജ് രണ്ടിനും സെയിം തന്നെ വരുന്നുണ്ട്. 6th കോസ്റ്റൽ കാർട്ടിലേജ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ കോസ്റ്റൽ കാർട്ടിലേജ് റൈറ്റ് ലൈനിന് ആൻറ്റീരിയർ ബോർഡർ വരുന്നുണ്ട്. ആൻറ്റീരിയർ ബോർഡർ അത് രണ്ടിനും സെയിം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഓർത്തിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്ലൂറയാണോ ലങ്സ് ആണോ ചോദിക്കുന്നതെന്നുള്ള, പ്ലൂറയുടെയാണ് 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ലങ്സിൻ്റെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവർ തിരിച്ചും മറിച്ചും ഒക്കെ തരും. 6 മിഡ് ആക്സിലറി ലൈൻ ഇങ്ങനെ തിരിച്ചും മറിച്ചും തരും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എപ്പോഴും ലങ്സിൻ്റെ താഴെയാണ് പ്ലൂറയുടെ മാർക്കിങ്സ് വരുന്നതെന്ന് ഓർത്തിരുന്നാൽ തന്നെ ആ ഒരു സംഭവം കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ ബ്രോങ്കോ പൾമണറി സെഗ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ബ്രോങ്കോ പൾമണറി സെഗ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞു ലങ്സിൻ്റെ ലോബിനെ നമ്മളിങ്ങനെ അനാട്ടമിക്കലി ഓരോരോ ഭാഗങ്ങളായിട്ട് തിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ബ്രോങ്കോ പൾമണറി സെഗ്മെൻറ്റ്സ്. അത് രണ്ട് ലെങ്ങിനും അപ്രോക്സിമേറ്റ്ലി 10 സെഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്രോക്സിമേറ്റ്ലി ഒരു 10 സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റഫായിട്ടുള്ളൊരു എണ്ണം നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ അതൊരു MCQ ആയിട്ട് ചോദിക്കാം. MCQ ഞാൻ കണ്ടിട്ടുണ്ട്, റൈറ്റിലും ലെഫ്റ്റിലും ഒരു എത്ര സെഗ്മെൻറ്റ്സ് ഉണ്ട് അപ്രോക്സിമേറ്റ്ലി എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ട്രക്കിയ നമുക്കറിയാം റൈറ്റും ലെഫ്റ്റുമായിട്ട് തിരിയുന്നു. റൈറ്റ് നമുക്ക് പിന്നെ 3 എണ്ണം അല്ലേ, 3 ബ്രോങ്കയും, ഇവിടെ 2 എണ്ണം. അപ്പോൾ ഇതിൽ 3 ലോബിലും നമുക്ക് ഇതുണ്ട്. അതായത് അപ്പോൾ 3 ലോബിലേക്കും നമുക്ക് സെഗ്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പർ ലോബ്, മിഡിൽ ലോബ്, ലോവർ ലോബ്. ഈ അപ്പർ ലോബിൽ നമുക്ക് ഏകദേശം ഒരു 3 സെഗ്മെൻറ്റ്സ് വരുന്നുണ്ട്.
മിഡിൽ ലോബിൽ നമുക്ക് 2 സെഗ്മെൻറ്റ്സ് വരുന്നുണ്ട്. ലോവർ ലോബിൽ നമുക്ക് ഏകദേശം 1 2 3 4 5 അഞ്ചോളം വരുന്നുണ്ട്.